അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊരു ചായക്കടി ആക്കാം. അതിന് ഞാൻ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉള്ളിയിട്ട് നമുക്ക് ചതച്ചിട്ട് വരാം. ചതച്ചിട്ട് ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടി എടുത്ത് 2 സ്പൂണ് അരിപ്പൊടിയും ഇട്ട് ലേശം സോഡാപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് കുഴക്കാം. കുഴച്ച് ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആ കൂട്ടും കൂടെ ഇട്ട് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി അത് നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കണം. സോഫ്റ്റ് ആക്കിയിട്ട് ഈ ഒരു പരുവം നമുക്കതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുക്കാം. എടുത്ത് 2 അരമണിക്കൂർ ആയിട്ടുണ്ട്. ഞാനത് ആയിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഉള്ളിൽ വെച്ചെടുത്ത് തീ കുറച്ച് വെക്കണം. വേകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ചിട്ട് കൊടുക്കണം. അടച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇതാക്കി വേവണം. ഉള്ളെല്ലാം വേവണം. നമുക്ക് രണ്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം. കോരിയെടുത്ത് പിന്നെ അടുത്തതും കൂടെ നമ്മളിട്ട് അതും മൂടിയിട്ട്